എൻ്റെ ഒരു അനുഭവമാണെങ്കിൽ ഞാൻ 10 വർഷത്തോളം പത്രങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പോൾ രാത്രി വൈകുന്നേരം 6 മണിക്ക് ഡെസ്കിൽ ആണ് കൂടുതൽ കാലം. ഇപ്പോൾ രാത്രി 6 മണിക്ക് ജോലി തുടങ്ങിയാൽ രാവിലെ 2 മണി വരെ പോയി ഇത് കഴിഞ്ഞ ഉറക്കവും വരില്ല. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും കഴിച്ച് ഉറങ്ങുമ്പോൾ 4-5 മണിയാവും. പിന്നെ ഒരു 12 മണിക്കൊക്കെയാണ് ഉറക്കം അറിയുക. അപ്പോൾ പിന്നീട് ആ ദിവസം നമുക്ക് ഒന്ന് ഉണർവ് വരണമെങ്കിൽ 4-5 മണിയാവും, അപ്പോഴേക്ക് ഡ്യൂട്ടി ആവും. ഇത് ഈ ഉറക്കം ഏതെങ്കിലും സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയാൽ മതിയോ, അതോ ഈ രാത്രി തന്നെ ഉറങ്ങണമെന്നുണ്ടോ? ഇത് രാത്രി തന്നെ ഉറങ്ങേണ്ടതുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ശരിക്കും ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലോക്ക് അതിൻ്റെ ക്യൂസ് എടുക്കുന്നത് വെളിച്ചത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഇരുട്ട് വീണ് കഴിയുമ്പോൾ, പൊതുവെ വെളിച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആണ് ഉറക്കം ട്രിഗർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റും വെളിച്ചമുണ്ട്. അപ്പോൾ ഈ വെളിച്ചം പൊതുവിൽ തലച്ചോറിന് തെറ്റായ ഒരു സിഗ്നൽ കൊടുക്കും, ഉറങ്ങാനുള്ള സമയമല്ല എന്ന സിഗ്നൽ കൊടുക്കും. പക്ഷേ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി 2 മണി വരെ ഡെസ്കിൽ ഇരിക്കുക, അതിനിടയ്ക്ക് നമ്മൾ കുറേ ചായ കുടിക്കും. അപ്പോൾ ഈ ചായയും കാപ്പിയും ഒക്കെ നമ്മളതിൽ ബാധിക്കും. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും ഒരു പുലർച്ചയ്ക്കായിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ എഴുന്നേൽക്കുന്ന സമയമാകും. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും പൊതുവിൽ ചുറ്റും വെളിച്ചമായി. അപ്പോൾ ഈ വെളിച്ചം നമ്മുടെ തലച്ചോറിന് തെറ്റായിട്ടുള്ളൊരു സിഗ്നൽ കൊടുക്കും. ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരിക്കേണ്ട സമയമാണ്. പക്ഷേ ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരു തളർന്ന അവസ്ഥയാണ്. ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജമില്ല, ഒരു ഉന്മേഷമില്ല. പക്ഷെ അതേസമയം ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു നോക്കും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു ഉച്ചയോടൊക്കെ എടുക്കാൻ നേരത്ത് നമ്മുടെ ശരീരത്തിന് അതിനകത്ത് ഒരു ഹോർമോൺ വളരെ കൃത്യമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ എന്നാണ് ഈ ഹോർമോണിൻ്റെ പേര്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ വെളിച്ചത്തിനൊത്ത് ഉയരുകയും വെളിച്ചം കുറയുന്നതിനനുസരിച്ച് താഴുകയും ചെയ്യുക. അതിൻ്റെ കോൺസെൻട്രേഷൻ ശരീരത്തിൽ താഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കോർട്ടിസോളിൻ്റെ അളവ് പീക്ക് ചെയ്ത് താഴോട്ട് വന്ന് തുടങ്ങുകയാണ് ഈ ഉച്ച സമയത്തല്ല. അപ്പോൾ നമുക്ക് ഈ ഉറക്കം വീണ്ടും വരും. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, 12 മണിയോടെ അടുപ്പിച്ചൊക്കെയാണ് വീണ്ടും ഉറക്കം വരുന്നത്. അന്ന് ഉറങ്ങി ഒരു 3-4 മണിയായി കഴിയുമ്പോഴേക്കും വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ ഉള്ള സമയമായി. അപ്പം പൊതുവിൽ ഈ രാത്രി ജോലി ചെയ്യുന്നവർ, അതിപ്പം പത്രത്തിലായാലും നൈറ്റ് ഷിഫ്റ്റ് ജോലിയുള്ള നഴ്സുമാർ, ഇവരൊക്കെ എല്ലാവർക്കും തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പോസിറ്റീവ് ഒരു വശം ഉണ്ടല്ലേ, ഇത് കോമ്പൻസേറ്റ് ചെയ്താൽ നമുക്കൊരു കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷെ അതിന് കൃത്യമായ കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ട്.